പ്രിൻസിപ്പൽ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു? അതിൻ്റെ ആവശ്യകത എന്ത്? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകും, ഒരുപാട് പ്രിൻസിപ്പൾമാരുണ്ടല്ലോ, ആരും അങ്ങനെ തുറന്നു പറയുന്നില്ല. എന്തുകൊണ്ട് സഫി ടീച്ചർ അനുഭവങ്ങൾ തുറന്നു പറയുന്നു? ഞാൻ കടന്നു വന്ന വഴികളും ഞാൻ നേരിട്ട പ്രതിസന്ധികളും തരണം ചെയ്ത രീതികളും മാനേജ്മെൻറ്റ് രീതിയും എൻ്റേതായ രീതിയിൽ ഞാനിവിടെ ഒന്ന് ഓർത്തു നോക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രിൻസിപ്പൽഷിപ്പ് അനുഭവം ആ കാലഘട്ടം തരണം ചെയ്തതെന്നുള്ളത്. ഒരു പ്രശസ്തമായ കോളേജിൽ എനിക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ കിട്ടി. സ്പെഷ്യൽ ഗൈഡ് പ്രിൻസിപ്പൽ. 5000-ഓളം വിദ്യാർത്ഥികൾ, 4000-ലധികം വിദ്യാർത്ഥികൾ, 400-ഓളം സ്റ്റാഫ്, രാഷ്ട്രീയ കലുഷിതമായ അന്തരീക്ഷം, അതുപോലെ നാട്ടുകാരുടെ, രാഷ്ട്രീയക്കാരുടെ, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടപെടൽ വളരെ സജീവമായിട്ടുള്ള ആ പ്രശസ്തമായ കോളേജിൽ ഞാൻ പ്രിൻസിപ്പളായിട്ട് ഓർഡർ കിട്ടി. ഞാൻ അവിടെ ചെല്ലുന്ന അപ്പോഴുള്ള എൻ്റെ മാനസിക ഗതികളും അനുഭവങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കോളേജിൽ നിന്ന്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോളേജിൽ നിന്ന് എനിക്ക് പ്രൊമോഷനായി. അവിടെയും പ്രിൻസിപ്പളായിരുന്നു. ചെറിയ കോളേജ് ആയിരുന്നതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പ്രിൻസിപ്പൽഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു മുൾക്കിരീടം തന്നെയാണ്. മാനേജിങ് കപ്പാസിറ്റി നന്നായിട്ട് വേണ്ട ഒരു മേഖല. അവിടെ നിന്നാണ് ഞാൻ പ്രശസ്തമായ ചരിത്ര പാരമ്പര്യമുള്ള വളരെ അതികായകന്മാരായ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒക്കെ വളർന്നു വന്ന വളരെ വലിയ ഉദ്യോഗസ്ഥർ, സിവിൽ സർവീസ് മേഖല, സർവീസ് മേഖലകളിൽ, പൊതുമേഖലകളിലൊക്കെ വളർന്ന് വളരെ ശിഷ്യസമ്പത്തുള്ള പ്രശസ്തമായ കോളേജ്. അവിടെ ജോയിൻ ചെയ്യാൻ ഞാൻ പോകുന്നത്, ഞാൻ അന്ന് ട്രിപ്പിന് പോയിരുന്നു, മൂന്നാർ പോയിട്ട് നേരെ തിരിച്ച് അതുവഴിയാണ് വന്നത്. കോളേജിൻ്റെ ക്യാമ്പസും പരിസരവും കണ്ടപ്പോഴേ എനിക്ക് വല്ലാത്ത ഉൾക്കടിലമായി. എന്നെക്കൊണ്ട് പറ്റുമോ? ഇത്രയും വലിയൊരു പ്രസ്ഥാനം നയിച്ചുകൊണ്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റുമോ? അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, പോയിട്ട് VRS എടുത്ത് കളയാം. സർവീസിൻ്റെ എൻഡിലാണ്. അപ്പോൾ VRS എടുത്ത് മടങ്ങി വരാമെന്നുള്ള ഒരു മനസമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട്, അങ്ങനെ ആശിച്ചുകൊണ്ട്, എന്നെ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട്, പറ്റിയില്ലെങ്കിൽ VRS എടുക്കാം എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ കോളേജിലെത്തി. അപ്പോൾ അത് മാസാവസാനമാണ്, ശമ്പള ബില്ലുകൾ കൊടുക്കേണ്ട സമയം. അവിടെ വെച്ച് ആ ഘട്ടത്തിൽ പ്രിൻസിപ്പൽ ചേഞ്ച് ചെയ്താൽ ശമ്പള ബില്ലിന് പിന്നെ അല്പം താമസം നേരിടും. അതുകൊണ്ട് ഞാൻ അന്ന് ജോയിൻ ചെയ്തില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. ചാർജിലുണ്ടായിരുന്ന പ്രിൻസിപ്പാളിനോട് ശമ്പള ബില്ലുകൾ കൊടുത്ത് ജീവനക്കാരുടെ ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. 1-2 ദിവസത്തെ സാവകാശം കിട്ടി. ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ 3-ാം തീയതി ജോയിൻ ചെയ്തു. ജനുവരി 3-ന് ഞാൻ ആ കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ ചേംബറിൽ ഓരോ അധ്യാപകരും ജീവനക്കാരും ഒക്കെ വന്നു തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണ് ഇവരിങ്ങനെ വരുന്നതെന്നുള്ളത്. ഈ അധ്യാപകർ എന്തുകൊണ്ട് വരുന്നു എന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരുന്നു. എല്ലാവരും വന്നു, കണ്ടു. പലരും പോകാതെ അവിടെ ഇരുന്നു. ചിലരൊക്കെ തിരിച്ചു പോയി. അപ്പോഴും ഞാൻ ക്ഷമയോടെ ഇരുന്നതേ ഉള്ളൂ. എന്താണ് കാര്യം എന്നൊന്നും ആരോടൊന്നും ചോദിച്ചില്ല. ഞാൻ പതുക്കെ ഇരുന്ന് സാവകാശം എല്ലാം മനസ്സിലാക്കി. അപ്പോൾ അത് രാഷ്ട്രീയക്കാരാണ്, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരാണ് വന്നിട്ടുള്ളത്. എന്നെ പരിചയപ്പെടാനും സ്വാധീനിക്കാനും ഞാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും എൻ്റെ ഉള്ളിലിരിപ്പുകളും ഒക്കെ മനസ്സിലാക്കാനുമാണ് അവർ മെനക്കെടുന്നത്.
അപ്പം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മളൊരു പ്രിൻസിപ്പാൾ ചാർജ് എടുത്തു അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് നമുക്ക് മുമ്പേ കോളേജിലെത്തും. അപ്പോൾ തന്നെ അവർ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങും. നമ്മൾ ഏത് സ്ഥാപനത്തിലിരിക്കുന്നോ, നമ്മളെ അവരുടെ പരിചയക്കാർ വഴി, നമ്മളെ അറിയാവുന്നവർ വഴി നമ്മുടെ ബയോഡേറ്റയും സ്വഭാവ രീതികളും നമ്മുടെ ചലനങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എല്ലാം അവർ മനസ്സിലാക്കിയിരിക്കും. അങ്ങനെ ഒരു പ്രീ റിക്വസിസ്റ്റോട് കൂടി ഈ പ്രിൻസിപ്പാളിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു മുൻകരുതലോട് കൂടിയാണ് നമ്മെ അവർ വരവേൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, അവരെന്നെപ്പറ്റി നല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വളരെ സൗമ്യമായിട്ട് ശ്രദ്ധയോടെ എൻ്റെ പ്രകൃതം, ശാന്ത സ്വഭാവം, ഞാൻ അങ്ങനെ എടുത്തിയാടി ഒന്നും ചെയ്യുന്നൊരു പ്രകൃതമല്ല. അതുപോലെ എല്ലാവരെയും കേൾക്കുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ടുള്ള അഭിപ്രായങ്ങളും അനുഭവങ്ങളും ആവശ്യങ്ങളും മുമ്പോട്ട് വന്നുകൊണ്ടേയിരുന്നു. ഒരാഴ്ചക്കകം തന്നെ ഞാൻ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മീറ്റിംഗ് വിളിച്ചു. എല്ലാവരുടെ ഹോൾ കോളേജ് മീറ്റിംഗ് വിളിച്ചു. അതിനു മുമ്പ് PTA മീറ്റിംഗ് വിളിച്ചു, അധ്യാപകരുടെ മീറ്റിംഗ് വിളിച്ചു, ഓഫീസ് ജീവനക്കാരുടെ മീറ്റിംഗ് വിളിച്ചു. എല്ലാവരുടെയും പ്രശ്നങ്ങളും ഇപ്പം എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്നലെ വരെ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു, ഇന്ന് തൊട്ട് നമ്മൾ എന്തൊക്കെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, എന്ത് മനസ്സിലാക്കണം, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, എമർജൻസി വേണ്ടത് എന്താണ്, എവിടെ പെൻഡിങ് നിൽക്കുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജനറൽ മീറ്റിംഗ് വിളിച്ചു. എല്ലാവരെയും, ജീവനക്കാരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുന്ന മീറ്റിംഗ് വിളിച്ചു. അപ്പം നമ്മുടെ ഓഡിറ്റോറിയത്തിലാണ് മീറ്റിംഗ് വയ്ക്കുന്നത്. ഓഡിറ്റോറിയത്തിൽ എല്ലാവരും വന്നു. ഞാൻ എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് അമാനുഷികതകളൊന്നുമില്ല. എൻ്റെ പ്രായം കൊണ്ട്, എൻ്റെ സർവീസ് കൊണ്ട്, എൻ്റെ യോഗ്യത കൊണ്ട് പ്രിൻസിപ്പൽ പ്രൊമോഷൻ കിട്ടി വന്നതാണ്. ഒരു മുൻവിധികളോ ഒന്നും എൻ്റെ കൈവശമില്ല. എനിക്ക് ഈ കോളേജ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആരാധിക്കുന്ന, അത്രയും വലിയ കണ്ണുകൊണ്ട് കാണുന്നൊരു കോളേജാണ്. നന്നാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരുടെയും സപ്പോർട്ട്, അതിന് ഓരോ വ്യക്തിയുടെയും, ഓരോ മണൽത്തരിയുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല. ഇതിൻ്റെ മൊത്തം ചുക്കാനും നമ്മളെല്ലാവരും കൂടി പിടിച്ചാലേ ഇത് നന്നാക്കി എടുക്കാൻ പറ്റൂ. ഒരു സെക്കൻഡ് എവിടെയെങ്കിലും പിഴച്ചാൽ, ആരിൽ നിന്നെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് സർവ്വ മേഖലകളിലും ബാധിക്കും. അക്കാഡമിക്സിനെ ബാധിക്കും, അഡ്മിനിസ്ട്രേഷനെ ബാധിക്കും, കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഭാവിയെ ബാധിക്കും, ജീവനക്കാരാണെങ്കിൽ അവരെ ബാധിക്കും, നാടിനെ ബാധിക്കും, അതുപോലെ ഭരണതലങ്ങളിൽ ബാധിക്കും, സൊസൈറ്റിയെ ആകമാനം ബാധിക്കും നമ്മളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നീങ്ങണം. എന്തുണ്ടെങ്കിലും എന്നെ കൂടി അറിയിക്കണം. ക്യാമ്പസിലെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാൻ നിയുക്തരായ അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകും. എന്നാലും അതിന് പുറത്ത് എന്നെ കൂടി കാര്യങ്ങൾ അറിയണം, അറിയിച്ചിരിക്കണം എന്നുള്ള നിബന്ധന, നിഷ്കർഷത ഞാൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പരും കൊടുത്തു. അതായത് ക്യാമ്പസിൽ ഞാൻ ഒരിക്കലും, കോളേജിൽ ഞാൻ ഒരിക്കലും എൻ്റെ പ്രിൻസിപ്പൽ ചേംബറിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നില്ല എനിക്കുള്ളത്. പെട്ടെന്ന് ജോലികൾ, എമർജൻസി ഉള്ളത് തീർത്തു വയ്ക്കും. ഓഫീസിൽ ബന്ധപ്പെട്ട് ഫയലിൻ്റെ എമർജൻസി, അല്ലെങ്കിൽ ചെക്കിൻ്റെ എമർജൻസി, ക്യാഷിൻ്റെ എമർജൻസിയോ മീറ്റിങ്ങുകളോ എന്താണ് എമർജൻസി ഉള്ളതെന്നുള്ളത് ഞാൻ രാവിലെ തന്നെ അപ്പോഴപ്പോഴും തീർത്തു വയ്ക്കും. എന്നിട്ട് ചെയർ വിട്ട്, റൂം വിട്ട്, ചേംബർ വിട്ട് ഞാൻ ക്യാമ്പസിലിറങ്ങും. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും, ചിലപ്പോൾ ലൈബ്രറിയിലേക്കായിരിക്കും. എല്ലാം എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ നടന്നു നോക്കും, നടന്ന് വീക്ഷിക്കും. അവിടെ എന്ത് സംഭവിക്കുന്നു, എന്ത് അരുതായികയുണ്ട്, എന്ത് പോരായ്മയുണ്ട്, ഇനി എന്ത് ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ ഇങ്ങനെ നടന്നു നോക്കുമായിരുന്നു. അപ്പോൾ അതുവരെ അവർ ശീലിച്ചു വന്ന കോളേജ് അന്തരീക്ഷത്തിൽ നിന്നും അതൊരു വ്യത്യസ്തതയായിരുന്നു. എത്രയോ പ്രിൻസിപ്പൽമാർ ഇവിടെ കടന്നുപോയി, ഈ ടീച്ചർ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു നോക്കുന്നു എന്നുള്ള ഒരു ഇത് അവർക്കുണ്ടായിരുന്നു. പക്ഷേ
എല്ലാവരുടെയും സൗഹൃദവും സ്നേഹവും എനിക്ക് പിടിച്ചു പറ്റാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോടും പക്ഷഭേദമോ അല്ലെങ്കിൽ ഒരു വശത്തേക്കുള്ള ചായ്വോ ഞാൻ കാണിച്ചില്ല. എല്ലാവരെയും ഒരേ കണ്ണുകൂടെ, എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അപ്പോഴപ്പോഴും വരുന്ന ഡിമാൻഡുകളെല്ലാം ഞാൻ യഥോചിതം പരിഹരിച്ചു. അതുപോലെ തന്നെ ഒരു പ്രതിപക്ഷ ബഹുമാനം, അതായത് എൻ്റെ അടുത്തൊരാവശ്യവുമായിട്ട് ആർക്കും എപ്പോഴും കടന്നു വരാം. ആര് വന്നാലും അവരുടെ അപലാദികളോ പ്രശ്നങ്ങളോ ഡിമാൻഡുകളോ ഞാൻ കേൾക്കും, ഞാൻ മനസ്സിലാക്കും. അപ്പോൾ പരിഹരിക്കാൻ പറ്റിയാൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന് മുൻഗണന കൊടുത്ത് എന്താണെന്ന് ഞാനത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കും, അന്വേഷിച്ചെടുക്കും. അങ്ങനെ VRS എടുക്കാൻ പോയ ഞാൻ അവിടെ കസേരയിൽ ഉറച്ചു. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റി. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അന്ന് എനിക്കുണ്ടായിരുന്ന വൈസ് പ്രിൻസിപ്പാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും അവിടുത്തെ അധ്യാപകനും ഒക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് ക്യാമ്പസ് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അധ്യാപകൻ്റെ ഹെൽപ്പോട് കൂടി ക്യാമ്പസ് നന്നായിട്ട് മോണിറ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും അക്കാഡമിക്സിൻ്റെ ആവശ്യങ്ങൾ നോക്കാനും അതുപോലെ അഡ്മിനിസ്ട്രേഷനും എല്ലാം എനിക്ക് പറ്റി. അങ്ങനെ എൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക എന്നെ കൊണ്ട് പറ്റുമോ, അത് പറ്റൂല, അങ്ങനെയല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടല്ല അതിൻ്റെ പുറകിലുള്ളത്. എനിക്ക് എത്രയും ബെറ്റർ ആക്കണം, അതിനെന്നെ കൊണ്ട് പറ്റുമോ, വെറുതെ ചെയറിലിരുന്ന് ഒരു പ്രിൻസിപ്പാളായി സമയം ചെലവഴിക്കാതെ എന്നാൽ കഴിയുന്നത് സ്ഥാപനത്തിൻ്റെ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ പൊതുജന നന്മയ്ക്ക് ഉതകുന്ന വിധം നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആശങ്ക. പക്ഷെ കാലക്രമത്തിൽ അത് നമുക്ക് എന്നെക്കൊണ്ട് സ്വായത്തമായി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. അധ്യാപകർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വിദ്യാർത്ഥി പ്രശ്നങ്ങൾ, നാട്ടുകാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഇതിനിടയ്ക്ക് നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ അറിയിപ്പുകളും ഓർഡറുകളും ഗവൺമെൻറ് ഉത്തരവുകളും, ഇതിൻ്റെയൊക്കെ നടുക്ക് നിന്ന് നമുക്ക് പോകാൻ നല്ല പരിശ്രമമാണ്. വിശേഷിച്ച് സ്ട്രെങ്ത് ഉള്ള കോളേജും അതുപോലെയൊക്കെ പിന്നെ മണി അക്കൗണ്ട്സ് ഉള്ള കോളേജും ആകുമ്പോൾ വളരെ സ്ട്രെയിനാണ് നമുക്കത് കൊണ്ടുപോകാൻ. പക്ഷേ എനിക്ക് ഒരു പരിധിവരെ അത് മാനേജ് ചെയ്യാനും പിടിച്ചു നിൽക്കാനും എന്നെ കൊണ്ട് പറ്റി. അപ്പം ഞാൻ ഈ പറഞ്ഞത്, ഞാൻ പ്രിൻസിപ്പളായിട്ട് അവിടെ പോകുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആകാംക്ഷയും ഉത്കണ്ഠയുമായിരുന്നു. പക്ഷേ എൻ്റെ ഇടപെടലുകൾ, എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടുകൾ, ഞാൻ സ്വീകരിച്ച നിലപാടുകൾ, എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ ഒരിക്കലും ആരുടെയും അഭിപ്രായം പൂർണ്ണമായും സ്വീകരിച്ച് അതുപോലെ നടപ്പാക്കില്ല. അതാണ് ഞാൻ നേടിയ ഒരു വിജയം. എല്ലാവരുടെ അഭിപ്രായവും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ മനസ്സിലാക്കും. എന്നിട്ട് അതിൻ്റെ നിയമസാധുത, ആവശ്യകത, അതിൻ്റെ എമർജൻസി മനസ്സിലാക്കി, അത് ഞാൻ സ്വയം, എനിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല, പക്ഷെ ഞാനത് എൻ്റെ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ ഒപ്പമുള്ള പ്രിൻസിപ്പാൾമാരോടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലോ അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായ തെളിവുകളോ അല്ലെങ്കിൽ അതിൻ്റെ റൂൾസോ തപ്പിയെടുത്ത്, ഈവൻ ഞാൻ ഓഫീസ് സ്റ്റാഫിൻ്റെ പോലും അടുത്ത് നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മനസ്സിലാക്കി എൻ്റേതായ രീതിയിൽ ഞാനത് ഫോർമുലേറ്റ് ചെയ്ത് ഞാനൊരു ഉചിതമായ തീരുമാനമെടുത്ത് അത് മീറ്റിങ്ങുകളിൽ പാസ്സാക്കി ആവശ്യമായ ബോഡികളിൽ വെച്ച് അതിനുവേണ്ട സപ്പോർട്ട് സ്വീകരിച്ച് മാത്രമേ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജനസമ്മതി അവിടെ കിട്ടി. ആ ജനസമ്മതി നേടിയെടുക്കാൻ പലപ്പോഴും പല പ്രിൻസിപ്പൽമാരും പരാജയപ്പെട്ടു പോകും. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഒരേ ഡയറക്ഷനിൽ മാത്രം നോക്കി ചിന്തിച്ച് ഒരു തീരുമാനം മാത്രം എടുക്കുന്നതാണ് നമ്മുടെ തീരുമാനം, അതാണ് ശരി
എന്നങ്ങ് ചിന്തിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ തീരുമാനം ശരി എന്ന് ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്കത് പേടിയാണ്. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ പിറകിൽ വരാവുന്ന ഭവിഷ്യത്തുകൾ. അതുകൊണ്ട് തന്നെ ഞാനത് വളരെ അന്വേഷിച്ച് പഠിച്ച് അതിൻ്റെ നിയമസാധുതകൾ നോക്കി മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് കമ്മിറ്റികളിൽ വെച്ച് പാസ്സാക്കി അത് പ്രാവർത്തികമാക്കും. അപ്പോൾ ഇതിന് താമസം വരില്ലേ എന്ന് ആലോചിക്കൂലേ? ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് അതിനൊരു ഫോർമുല കണ്ടുപിടിച്ചെടുക്കും. അല്ലെങ്കിൽ വെയിറ്റ്, ഞാൻ പരിഹരിക്കാം, നമുക്ക് ആലോചിക്കാം എന്നൊരു ഹോപ്പ് കൊടുത്ത് തൽക്കാലം അവരെ പിരിച്ചുവിടും. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റ് എമർജൻസികളും കാണും. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കാണും, ക്യാമ്പസിൽ വേറെ പബ്ലിക്കിൻ്റെ പ്രശ്നങ്ങൾ കാണും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് മാനേജ് ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ മറ്റു ചിന്തകൾക്കോ ഇറങ്ങി നടക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല ത്രൂ ഔട്ട് ആ സ്ഥാപനം. അങ്ങനെ ഞാൻ 1.5 കൊല്ലത്തോളം ആ കോളേജിൽ വർക്ക് ചെയ്തു.